അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹാഷിം സ്റ്റോറികളിലൂടെ ഗൾഫിലെത്തിയ സുഹ്റയും ഹാഷിമും സുഹ്റയുടെ സംസാരശേഷി വീണ്ടെടുക്കുന്നതിനുള്ള ചികിത്സ ചെയ്തുകൊണ്ട് അവസാനം നമ്മുടെ കഥയിലെ നായിക സുഹ്റക്ക് സംസാരശേഷി വീണ്ടും കിട്ടുകയാണ്. അവർ പരസ്പരം ഒരുപാട് സംസാരിച്ചു. അപ്പോൾ സുഹ്റ ആദ്യമായി തൻ്റെ ശബ്ദം എൻ്റെ പ്രിയതമനായ ഹാഷിമിനോട് സംസാരിച്ചുകൊണ്ട് ആരംഭിക്കുകയായിരുന്നു. മാഷാ അല്ലാഹ്, സുഹ്റ ശബ്ദമൊക്കെ തിരിച്ചു കിട്ടിയില്ലേ? ഇനി അള്ളാഹുവിനോട് നമുക്ക് സ്തുതിക്കേണ്ടതുണ്ട്. ഒരുപാട് പടച്ചവൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് നമ്മുടെ ഈ ശബ്ദം നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമുക്ക് തിരിച്ചു കിട്ടുന്നത്. എല്ലാം ഒരു നിമിത്തം. അത് ഇക്ക പറഞ്ഞ ശരിയാണ്. നമ്മൾ ഇത്രയും കാലം ആരും സത്യം പറഞ്ഞാൽ ശ്രമിച്ചില്ല എന്ന് വേണേൽ പറയാം. അതൊക്കെ അതിൻ്റെതായ ഒരു സമയമുണ്ട്, അതുകൊണ്ടായിരിക്കും. ഏതായാലും സുഹ്റ, നമുക്ക് അള്ളാഹുവിനെ, നാഥനെ എന്തായാലും 100 തവണ അൽഹംദുലില്ലാ പറഞ്ഞാലും മതിയാവില്ല. അൽഹംദുടയോനമറാലേ അഹമ്മദ് നബിയരുൾ മേലേ സൊല്ലി സ്വലാത്തും സലാമും നലമായി പുകഴ്ന്തേ നിശാ. അൽഹംദുടയോനമറാലേ അഹമ്മദ് നബിയരുൾ മേലേ സൊല്ലി സ്വലാത്തും സലാമും നലമായി പുകഴ്ന്തേ ലിസാ. ആദം മുതൽ നൂഹ് ലീസ മൂസ അയ്യൂബ് ഇദ്രീസ ബേദാൻ നബി യൂനുസ് ഹാറൂൻ ഇല്യാസ് ഇസ്ഹാഖ് ഇസ്മായിൽ സൊല്ലി സ്വലാത്തും സലാമും നലമായി പുകഴ്ന്തേ ലിസാ. അൽഹംദുടയോനമറാലേ അഹമ്മദ് നബിയൽ മേലേ സൊല്ലി സ്വലാത്തും സലാമും നലമായി പുകഴ്ന്തേ ലിസാ. പിന്നെ ഇക്കാനൊരു കാര്യം പറയാനുണ്ട്. ഉമ്മ എൻ്റെ എല്ലാ കാര്യത്തിലും ഉമ്മ വളരെ എപ്പോഴും എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കും. എനിക്കൊന്നും സംസാരിക്കാൻ കഴിയാത്ത ദിവസങ്ങളിൽ പോലും ഉമ്മ എന്നോട് കൂടുതലായിട്ട് അങ്ങനെ സംസാരിക്കുമായിരുന്നു. എന്നെങ്കിലും എനിക്ക് സംസാരശേഷി കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഉമ്മയോടും കുറേ സംസാരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് ഉമ്മാനൊന്ന് വിളിക്കണം. അതിനെന്താ സൂറ, വിളിച്ച് സംസാരിക്കാലോ. അങ്ങനെ സുഹ്റ ഹാഷിമിൻ്റെ ഉമ്മാനെ വിളിക്കുകയാണ്. ഹലോ ഉമ്മ. സുഹ്റ മോളെ, എന്താ വിശേഷം? ഞാൻ അറിഞ്ഞു സംസാരിക്കാനുള്ള കഴിവെല്ലാം തിരിച്ചു കിട്ടി. മാഷാ അല്ലാ, ഒരുപാട് സന്തോഷം. നമ്മൾ ജീവിതത്തിൽ എന്താണ് പ്രതീക്ഷിക്കുന്നത് അതിനെ സംഭവിക്കണം എന്നില്ല. അതുകൊണ്ട് ഏതായാലും എൻ്റെ കുട്ടി ഒരുപാട് അനുഗ്രഹം ചെയ്ത മോളാണ്. അപ്പോൾ ഏതായാലും അല്ല മോളെ, ഇനി മോൾ ഇങ്ങോട്ട് വരുന്നില്ലേ? ഉമ്മ ഇൻഷാ അല്ലാ വരണം. മോക്കറിയാലോ ഇവിടെ ഉമ്മാൻ്റെ കൂടെ ആരുമില്ല. ആയിക്കോട്ടമ്മ, ഞാൻ ആശിം ഖാനോട് ചോദിച്ചിട്ട് അതിനനുസരിച്ച് ഇൻഷാ അല്ലാ വരാം. അപ്പോൾ വീട്ടിൽ കൂടെ ഉണ്ടായിരുന്ന അർഷിക്ക് എന്താണെന്നറിയില്ല. അർഷി പറയുകയാണ്, ഉമ്മ അവളോട് വേഗം വരാൻ പറയും. അവൾ ഒരുപാട് അതിൽ പോയിട്ട് ഇപ്പോൾ വർത്താനം പറയാനുള്ള ഇതൊക്കെ കിട്ടിയില്ല. ഇനിയിപ്പോൾ എന്തിനാ അവിടെ നിൽക്കണം, വെറുതെ പൈസ കളയാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് വരാൻ പറയും. ഇവിടെ ആണെങ്കിൽ ആളില്ല. എനിക്കിവിടെ എപ്പോഴും നിൽക്കാനൊന്നും പറ്റൂല. ഞാൻ വീട്ടിൽ പോകും. എനിക്കവിടെ കുട്ടികൾക്ക് സ്കൂളും മദ്രസൊക്കെ ഉള്ളതാണ്. എനിക്കിങ്ങനെ ഇവിടെ നിൽക്കാൻ പറ്റുമോ? അത് മാത്രമല്ല, എൻ്റെ ഒക്കെ അവിടെ ഒറ്റക്കാണ്. അവിടെ ആരുമില്ല വേറെ.
അവിടെ ഇക്കാന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ പിന്നെ ആരുള്ളത്? അർഷിയുടെ ഈ കനത്തിലുള്ള വാക്കുകൾ കേട്ടപ്പോൾ ഉമ്മ പറഞ്ഞു, അർഷി അത് പോയിട്ടല്ലേ ഉള്ളൂ, 4-5 മാസമല്ലേ ആയിട്ടുള്ളൂ പോയിട്ട്, അവിടെ നിൽക്കട്ടെ കുറച്ച്, എന്നിട്ട് ആക്കം പോലൊക്കെ ശരിയായിട്ട് പതുക്കെ വന്നോളൂ. അങ്ങനെ സുഹ്റയും ഹാഷിമും അങ്ങനെ പ്രവാസികളുടെ അഡ്ജസ്റ്റ്മെന്റ് ലൈഫ് അവരും തുടർന്നു. ഹാഷിമിന് നല്ല ജോലിയാണെങ്കിൽ കൂടി കമ്പനിയിൽ വേണ്ട വിധത്തിലുള്ള സാലറിയോ കാര്യങ്ങളോ അങ്ങനെ കിട്ടിയില്ല. അങ്ങനെ കുറച്ച് പെൻഡിങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പ്രവാസ ജീവിതത്തിലെ ആ ബുദ്ധിമുട്ടിൽ അവരും ഉൾപ്പെട്ടു. അങ്ങനെ ഒരിക്കൽ സുഹ്റ ഹാഷിമിനോട് ഒരു കാര്യം പറഞ്ഞു. ഇക്ക മാത്രം ജോലി ചെയ്തുകൊണ്ട് നമ്മുടെ ഈ പ്രശ്നങ്ങളും റൂമിൻ്റെ വാടകയും അതുപോലെ തന്നെ ചെലവും കാര്യങ്ങളൊന്നും ഇവിടെ നമുക്ക് നടന്നു പോവില്ല. ഞാനെന്തെങ്കിലും ഒരു ജോലിക്ക് അന്വേഷിക്കട്ടെ? ഹാഷിം പറഞ്ഞു, അത് വേണ്ട, ഇപ്പോ നീ വന്നിട്ടല്ലേ ഉള്ളൂ, കുറച്ച് കഴിഞ്ഞോണ്ടൊക്കെ. ഒന്നാമത് ഇവിടെ നല്ല ചൂടാണ്. ഇപ്പോൾ ചൂടൊക്കെ ഒന്ന് ആറിയിട്ട് നമുക്ക് നോക്കാം. ഇപ്പോഴൊക്കെ ആണെങ്കിൽ 50-ന് മുകളിലാണ് ചൂട്. അത് സാരില്ലിക്ക, ചൂടും വെയിലും മഴയും തണുപ്പൊക്കെ കൊണ്ടിട്ട് ഇവിടെ എത്രയോ ആളുകളാണ് ഇവിടെ ജീവിക്കുന്നത്. എന്നോട് എൻ്റെ ഒരു ചങ്ങാതിയുടെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്, അവര് ആ വീട്ടിലെ ഖദ്ദാമിയാണ്. ഖദ്ദാമ എന്ന് പറഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ജോലിയാണെന്ന് പറഞ്ഞു. ആണോ? അതാരാണ് ഖദ്ദാമ? ആ കഥ പറഞ്ഞിട്ടില്ലല്ലോ എന്നോട്. എനിക്കതിന് നിങ്ങളോട് പറയാന് എനിക്ക് സംസാരിച്ചില്ലായിരുന്നല്ലോ. ആണോ? എന്നിട്ട് അവര് ഭയങ്കര ബുദ്ധിമുട്ടിലാണെന്ന് പറഞ്ഞു. അവര് അറബി വീട്ടിലാണ്. അറബി വീട്ടിൽ ചില സമയത്ത് അവർക്കൊന്നും പുറത്തു പോകാനുള്ള അനുവാദം വരെ ഇല്ല എന്ന് പറഞ്ഞു. ലീവ് പോലും ഇല്ല. എല്ലാ ദിവസങ്ങളിലും ജോലി, എല്ലാ ദിവസങ്ങളിലും ഓരോ ഭക്ഷണം അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ അവർക്ക് പെരുന്നാൾ ദിവസങ്ങളിൽ പോലും അവർക്കൊന്ന് പുറത്തു പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്നും ജോലിയാണ്. രാവിലെ എണീച്ചത് മുതൽ അവർക്ക് ഓരോ ആവശ്യങ്ങൾ, കോഫി, അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ, ഓരോ ആളുകൾക്ക് സെപ്പറേറ്റ് ഫുഡാണ്. പിന്നെ അവരുടെ വസ്ത്രം അലക്കണം, അലക്കി അയൺ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അടുത്ത ആളുകൾ ഉച്ച സമയത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം. അങ്ങനെ പുറത്തു പോകാൻ പറ്റാത്ത ആ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടുന്നൊരവസ്ഥയാണ് ഖദ്ദാമുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞു കേട്ടപ്പോൾ വളരെ വിഷമായി. പിന്നെ അവർക്കൊന്ന് പുറത്തു പോകണമെങ്കിൽ തന്നെ എന്തെങ്കിലും ആഘോഷ ദിവസങ്ങളിലേ പറ്റുള്ളൂ. അതും തന്നെ അവരെ കൺട്രോളിലായിരിക്കും ഫുള്ള്. ഒരു അരമണിക്കൂർ ലേറ്റായി അവർ വിളിക്കും. അങ്ങനെ ഒരുപാട് വിഷമിച്ച് ബുദ്ധിമുട്ടിയാണ് അവരൊക്കെ ജോലി ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഈ കഥകൾ കേട്ടപ്പോൾ ഹാഷിമിന് തന്നെ വളരെയധികം ദുഃഖമായി. ചുമടെടുത്തു ചോര തുപ്പി ഞാനൊരു നാൾ വീണു, ചുടുമണലിൽ തുള്ളിദാഹ ജലത്തിനായി കേണു. ചുമടെടുത്ത് ചോര തുപ്പി ഞാനൊരു നാൾ വീണു, ചുടുമണലിൽ തുള്ളിദാഹ ജലത്തിനായി കേണു. അടിമയെന്ന ഞാൻ വിസയിൽ തിരെഴുതിയതാലേ അവിടെ നിന്നും പോയൊരിക്കൽ ഞാനൊരു നാൾ ദൂരെ. ഹാഷിമിന്റെ അവസ്ഥ അന്നത്തെ ആ സംഭവങ്ങളെല്ലാം ഹാഷിമിന്റെ മനസ്സിലേക്ക് അങ്ങനെ വീണ്ടും വരാൻ തുടങ്ങിയാണ്. എൻ്റെ നാഥ, ഞാൻ എത്ര കഷ്ടപ്പെട്ടു. അവസാനം ജയിലിൽ വരെ എനിക്ക് പോവേണ്ടി വന്നു. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷവും എനിക്ക് ദുരിതമായിരുന്നു.
ഒരുപാട് കാലം ഒരു തുള്ളി വെള്ളം പോലും കിട്ടാത്ത അവസ്ഥ. ഹാഷിം എന്താണെന്നറിയില്ല. അറിയാതെ ഹാഷിമിന്റെ കണ്ണ് നിറയുകയാണ്. അല്ല ഇക്കെന്തിനാണ് ഇങ്ങനെ അതല്ല വിഷമിക്കുന്നത്? ഞാനൊരു ഒരാളുടെ ഒരു കഥ പറഞ്ഞെന്നുള്ളൂ. അല്ല സൂറ, ഞാൻ ഞാൻ എൻ്റെ അവസ്ഥകളൊക്കെ ഒന്ന് ആലോചിച്ചു പോയതാണ്. അതെന്താ ഇനി ഇക്കാക്ക് ഇവിടെ വളരെ നല്ല ജോലിയാണെന്നാണ് പറഞ്ഞിരുന്നത്. അതെ, ജോലിയൊക്കെ ആയിരുന്നു. പക്ഷേ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളിൽ നിന്നൊക്കെ മറച്ചു വെച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ ഒരുപാട് കാലം ജയിലിലായിരുന്നു. ഇത് കേട്ടപ്പോൾ സുഹ്റ അതാ പൊട്ടി പൊട്ടി കരയുകയാണ്. ഹാഷിം അവൻ്റെ എല്ലാ കഥകളും സുഹ്റയോട് പറയുമ്പോൾ സുഹ്റയുടെ കണ്ണുകൾ ധാരധാരയായി ഒഴുകുകയാണ്. എൻ്റെ പൊന്നിക്ക, ഇക്ക ഒന്ന് എന്തുകൊണ്ടൊരു വാക്ക് പോലെ ഞങ്ങൾ ആരെയും അറിയിച്ചില്ല? അങ്ങനെ അറിയിച്ചിരുന്നെങ്കിൽ ഇക്ക അവിടെ കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു. ആരോടും, നമ്മുടെ ഉമ്മയോട് പോലും പറഞ്ഞില്ല. എനിക്കൊരു കത്ത് പോലും അയച്ചില്ല, ഒരു മെസ്സേജ് പോലും ചെയ്തില്ല. എനിക്ക് മിണ്ടാൻ കഴിയില്ലെങ്കിലും ഞാൻ ഇക്കാക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നില്ലേ? ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട്. എന്നാലും ഇങ്ങനെ ഒരു ദുരവസ്ഥ ഒരിക്കലും നമുക്ക് വന്നത് ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇക്ക. ഞാൻ കരുതിയത് ഇക്ക ഒരു നല്ല ജോബിലാണ്, അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല, നാട്ടിൽ ഞങ്ങളൊക്കെ സന്തോഷവാനായിരുന്നു. ഇക്ക ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. ഹാഷിം ആ സമയത്ത് എന്താ ചെയ്യാം? നമ്മുടെ ഓരോ സമയത്ത് നമ്മൾ ഓരോ ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നുകൊണ്ടേയിരിക്കണം. നമുക്കതിലൊന്നും ചെയ്യാൻ പറ്റില്ല. മാക്സിമം അത് ഒരു അറബി നമുക്ക് എതിരെ ഒരു കള്ളക്കേസ് കൊടുത്താണ്. എനിക്ക് ആ ഗദ്ദാമയുടെ കഥകൾ പറഞ്ഞപ്പോൾ അറിയാതെ എൻ്റെ മനസ്സിലേക്ക് വന്നതാണ്. ഇതുപോലെ ഒരുപാട് ഗദ്ദാമകൾ എത്ര ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഗദ്ദാമമാരുണ്ട് ഈ അറബ് നാടുകളിൽ. ഏതായാലും അവർക്കൊക്കെ അള്ളാഹു സന്തോഷവും സമാധാനവും റാഹത്തും നൽകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അല്ലേ സൂറ? അതെ, ഒരുപാട് ബുദ്ധിമുട്ടിലാണ് അവരൊക്കെ. എൻ്റെ ഒരു സുഹൃത്തൊക്കെ ഉണ്ട്, അവർക്കൊക്കെ അതിരാവിലെ എണീറ്റ് ജോലികൾ ചെയ്ത് ഒന്ന് റെസ്റ്റ് എടുക്കാനുള്ള സമയം പോലും കിട്ടൂല. ഒന്ന് കുറച്ച് റെസ്റ്റ് എടുക്കുമ്പോൾ തന്നെ അവർ വിളിച്ച് سوي كلين هذا لازم يريد كلين لازم تنظيف سوي هذا قهوة اشرب شاي هذا كله خبر لازم يريد هذا. അങ്ങനെ ഓരോ കാര്യങ്ങൾ അവരെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കും. കാരണം അവർ ശരിക്കും ഒരു അടിമകളെ പോലെയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്ത് ചെയ്യാം? നമ്മുടെ വീടുകളിലെ പ്രാരാബ്ദം മൂലം അവർക്ക് അവിടെ ഗൾഫിലെ നാടും വീടും മക്കളെയും കുട്ടികളെയും നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാരെയൊക്കെ വിട്ടാണ് ഒരുപാട് ആളുകൾ ഗദ്ദാമയുടെ ജോലി ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ചെയ്യാതിരുന്നാൽ നമ്മുടെ മനുഷ്യത്തെ നമ്മുടെ ഉപജീവനം വരെ ബുദ്ധിമുട്ടിലാവും എന്ന് കരുതിക്കൊണ്ടാണ് നമ്മുടെ പാവപ്പെട്ട പ്രവാസികൾ അവിടെ ബുദ്ധിമുട്ടുന്നത്. അങ്ങനെ പ്രവാസികളുടെ കഥകൾ പറഞ്ഞുകൊണ്ട് ഹാഷിമും സൂറയും അങ്ങനെ സഹതപിക്കുകയാണ്. എന്താണ് പരസ്പരം പറയേണ്ടതെന്നറിയാതെ അവരങ്ങനെ വിലപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇക്ക സാരല്ലിക്ക, എല്ലാത്തിനും ഒരു ദുഃഖമുണ്ട്, ഒരു സന്തോഷം ഉണ്ടാവും. ഒരു സന്തോഷമുണ്ട്, ഒരു ദുഃഖം ഉണ്ടാവും. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണല്ലോ. ശരിയാ സൂറ. പോട്ടെ, ഏതായാലും നമുക്ക് ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോവാം. ഓക്കെ, ഒന്ന് പുറത്തൊക്കെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരാം. പിന്നെ സുഹ്റക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണ്? ഞാനിതുവരെ ചോദിച്ചിട്ടില്ല. ഒന്നുമില്ല, എനിക്ക് അങ്ങനൊന്നുമില്ല, എന്തായാലും കഴിക്കും. ഏതായാലും നമുക്ക് ഇന്ന് ചിക്കൻ അൽഫാം ആയിക്കോട്ടെ. അൽഫാം ഒരു വെറൈറ്റി ആവും. ഇവിടെ നമ്മളടുത്തൊരു കഫ്തീരിയ ഉണ്ട്, അവിടെ നല്ല ചിക്കൻ അൽഫാം കിട്ടും. അപ്പോൾ നമുക്കിന്ന് അവിടെ പോയിട്ട് കഴിക്കാം. എന്താ? ആയിക്കോട്ടെ. അങ്ങനെ നാളുകൾ മുന്നോട്ട് പോയി. സുഹ്റയും ഹാഷിമും സന്തോഷത്തോടുകൂടിയുള്ള മുന്നോട്ട് ജീവിതം നയിക്കുകയായിരുന്നു. അങ്ങനെ അവർ പരസ്പരം ഒരുപാട് കണ്ണോട് കണ്ണ് നോക്കി ഒരുപാട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. കണ്ണോട് കണ്ണോരം
നോക്കിയിരുന്നാലും കാണാമറയത്ത് ഒളിച്ചാലും കണ്ണിനും കണ്ണാ ഒരുൾ കണ്ണിൽ കൊമ്പത്ത് കണ്ണീർ കിനാവിൽ കൊതിച്ചോട്ടെ കണ്ണോട് കണ്ണോരം നോക്കിയിരുന്നാലും കാണാമറയത്ത് ഒളിച്ചാലും എൻ്റെ കൊലൂസിൻ്റെ ചിഞ്ചിലമൊന്നും നീ കേട്ടതില്ല, ഒന്നും കേട്ടതില്ല. എൻ്റെ കൊലൂസിൻ്റെ ചിഞ്ചിലമൊന്നും നീ കേട്ടതില്ല, ഒന്നും കേട്ടതില്ല. കണ്ണോട് കണ്ണോരം നോക്കിയിരുന്നാലും കാണാമറയത്ത് ഒളിച്ചാലും. പിന്നെ എനിക്കൊരു കോള് വന്നിരുന്നു കേട്ടോ. ഒരു സ്കൂളിലേക്കാണ്. ഞാനാണെങ്കിൽ BEd പഠിച്ചതാണല്ലോ. ഞാൻ ജോലിക്ക് പോയാലോ? സുഹ്റ, ജോലിക്ക് പോകുന്നതൊക്കെ ഓക്കെ, പക്ഷേ നമ്മൾ കയറുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും ഉറപ്പ് വരുത്തണം. നല്ല ജോലിയാണോ, നല്ല ആൾക്കാരാണോ, അതല്ല നമ്മളെ വെറുതെ. കാരണം ഒരുപാട് പറ്റിക്കപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവിടെ ഈ പ്രവാസ ലോകത്ത്. നമ്മൾ ചെല്ലുമ്പോൾ അവർ നല്ല ജോലിയാണെന്നൊക്കെ പറയും, ഇത്ര സാലറി പറയും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അവരെ സ്വഭാവമൊക്കെ മാറും. അങ്ങനെ സുഹ്റ ഒരു ടീച്ചിങ്ങിനായി ഒരു സ്കൂളിൽ ഇൻ്റർവ്യൂവിന് ചെല്ലുകയാണ്. ഇൻ്റർവ്യൂവിൽ സുഹ്റയുടെ പെർഫോമൻസ് മാനേജർക്ക് ഇഷ്ടമാവുകയും അവരെ ജോലിക്ക് സെലക്ട് ചെയ്യുകയും ചെയ്തു. ജോലി തുടങ്ങി ഏതാനും മാസങ്ങൾ പിന്നിട്ട് സുഹ്റയെ ഒരിക്കൽ മാനേജറുടെ ക്യാബിനിലേക്ക് വിളിക്കുകയാണ്. യെസ്, സുഹ്റ ഇരിക്കൂ. ഓക്കെ, പ്ലീസ് സിറ്റ്. Actually, Zuhra, is there one problem is there? You have to, this is our firm is like good understanding. We are, we are committing too much good items for the kids, so we have to take care of kids, and our firm will be, I don't know, why it's happening. അല്ല, സാറെന്താ പറഞ്ഞു വരുന്നത്? മനസ്സിലായില്ല. അതായത് നമ്മൾ ഇൻ്റർവ്യൂ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് പെർഫോമൻസ് കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ എത്തിയത്. നല്ല പെർഫോമൻസ് ആയതുകൊണ്ടാണ് നമ്മൾ സെലക്ട് ചെയ്തത് സുഹ്റയെ. അപ്പോൾ സുഹ്റ, നമുക്ക് പറഞ്ഞ സാലറിയിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവും. നമുക്ക് പറഞ്ഞ സാലറി നമുക്ക് കുറച്ച് അഫോർഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അല്ല സാർ, അപ്പോൾ ആ സമയത്ത് സാർ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, നമുക്ക് സാലറി എല്ലാം കറക്റ്റായിരിക്കുമെന്നാണല്ലോ. അതെ, ആ സമയത്ത് അങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് ഈ സമയത്ത് സുഹ്റയുടെ പെർഫോമൻസ് ഇതുപോലെ തന്നെ അത്ര പോരാ. നമ്മൾ പ്രതീക്ഷിച്ച അത്ര ഒരു റാഹത്താകുന്നില്ല നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ആ സാലറിക്ക് നമുക്കിവിടെ ആ സെയിം സാലറിക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യൽ ബുദ്ധിമുട്ടാണ്. അതിലും കുറച്ച് നമുക്ക് നോക്കാം. ഇനി സുഹ്റക്ക് വേറെ ജോലി കിട്ടുകയാണെങ്കിൽ അത് സെലക്ട് ചെയ്യുകയും ചെയ്യാം. മാനേജറുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ സുഹ്റ വല്ലാതെ ഷോക്കായി. എൻ്റെ നാഥ, ഒരുപാട് പ്രതീക്ഷകളുമായി വന്നതാണല്ലോ ഞാൻ. എന്നിട്ടും എന്താണ് ഇയാൾ ഇങ്ങനെ പറയുന്നത്? ഞാൻ മാക്സിമം എൻ്റെ എല്ലാവിധ ആത്മാർത്ഥതയോടും കൂടിയാണ് ഞാനിവിടെ വർക്ക് ചെയ്തത്. യാതൊരു ബുദ്ധിമുട്ടും, അതായത് ഈ സ്ഥാപനത്തിന് യാതൊരു ചീത്തപ്പേരോ ഒന്നും ഞാൻ കേൾപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. അതുമാത്രമല്ല, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന് പോലും എന്നോട് ഭയങ്കര കാര്യമായിരുന്നു. എന്നിട്ടും എനിക്ക് എന്താണ് സംഭവിച്ചത്? എന്തായിരിക്കും ഇവർ ഇങ്ങനെ പറയുന്നത്? അങ്ങനെ നമ്മുടെ സുഹ്റ ഒരുപാട് മനസ്സ് വിഷമിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. ആരോരും പറയാതെ, ആരോരും കാണാതെ
എല്ലാരും മൂളും ഗാനം വേദനയേ, മൗനങ്ങൾ നോവായി മാറും, നെഞ്ചീരായി നിന്നോടമരും, കണ്ണീരായി എന്നും പാനും ഗാനം മൂളും മൂളും. അഹദായ റഹ്മാനേ കനിയേണം സുബ്ഹാനേ, ആരാധ്യനായോനേ കരുണാമയനായോനെ, എല്ലാം അറിയുന്നോനല്ലേ, എല്ലാം കേൾക്കുന്നോനല്ലേ. ആരോരും പറയാതെ ആരോരും കാണാതെ എല്ലാരും മൂളും ഗാനം വേദനയേ, മൗനങ്ങൾ നോവായി മാറും, കണ്ണീരായി നെഞ്ചോടമരും, കണ്ണീരായി എന്നും പാടും ഗാനം മൂടും മൂളും. അഹദായ റഹ്മാനേ അരുളേകും സുബ്ഹാനേ, ആരാധ്യനായോനേ കരുണാമൃതനായോനേ, എല്ലാം അറിയുന്നോനല്ലേ. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് സുഹറക്ക് സന്തോഷത്തിൻ്റെ ഒരു വാർത്ത വരുന്നത്. എന്തായിരിക്കും അത്? ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്തിൽ വീണ്ടും കാണാം. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാവരിലും എത്തിക്കുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.